എല്ലാവർക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ചെയ്തൊരു ബോർഡാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതേക്കണ ഒരു ബോർഡാണ്. ഇതിപ്പോൾ എന്തിനാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മളെ ബോസിൻ്റെ വീട്ടിലെ ഗ്യാരേജാണ്. അപ്പോൾ ഇവിടുത്തെ ഷട്ടറുണ്ട്, ഓട്ടോമാറ്റിക്കലി താനെയും പൊങ്ങും ചെയ്യുന്ന ഷട്ടറുണ്ട്. ഇവിടെ കാണാം. ഈ ഷട്ടറിൻ്റെ ബോർഡ്, അതായത് ഈ മോട്ടറിൻ്റെ ബോർഡ് കത്തിപ്പോയി, വെള്ളമൊക്കെ വീണിട്ട് കത്തിപ്പോയി. ഇതിൻ്റെ ബോർഡ് മൊത്തത്തിൽ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ എല്ലാ സാധനവും കത്തിപ്പോയി. അപ്പോൾ അതിൽ ഇതിൻ്റെ മോട്ടർ മാത്രമേ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ കിട്ടിയത്. ഇതിൻ്റെ മോട്ടർ മാത്രമേ നമുക്കൊരു പ്രശ്നമില്ലാതെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുതിയ വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ നല്ല പൈസയാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ ഈ ബോർഡ്, അതായത് ഈ മോട്ടർ വിട്ട് ഈ ഡ്രൈൽ മാറാനായിട്ട് അവർ നല്ല വിലയാണ് പറയണത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞ് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ് ചെയ്ത ഒരു ബോർഡാണിത്. 25 കോൺടാക്ട് സ്വിച്ച്, ഇത് NC, അതിനൊക്കെ റിലേകൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കാറിൻ്റെ റിമോട്ട്, നമ്മളിത് റിമോട്ടിൽ വർക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കണം നമ്മൾ കാറിൻ്റെ റിമോട്ടിൻ്റെ സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്കുള്ള 12 വോൾട്ട്, ഇത് 24 വോൾട്ട്. നമ്മളെ മോട്ടർ 24 വോൾട്ട് ആയതുകൊണ്ട് മോട്ടറിൽ നിന്നുള്ള 24 വോൾട്ട്. ഇപ്പോൾ ഇത് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആക്കിയാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു തന്നാൽ നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് ഡയഗ്രാം ഞാൻ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 2 സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് ഒരാളുടെ ദൂരത്തിൽ ബയറെന്ന് പറയും, അവിടെ ഒരു സ്ഥലത്ത് വീട്ടിലുണ്ട്. അവിടെ ഇപ്പോൾ സെറ്റാക്കി അത് റെഡിയായതാണ്. അപ്പോൾ രണ്ടാമത്തെ ബോർഡ് ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് ചെയ്തേക്കാണ്. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കേസുകളാണ് ചെയ്യാം. നോർമലി വണ്ടിക്കകത്തിരുന്ന് റിമോട്ടിൽ ഓൺ ആക്കുമ്പോൾ പൊക്കുകയും അതായത് ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇന്ന് താരം ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു മാനുവൽ സ്വിച്ചും കൂടെ വയ്ക്കുന്നുണ്ട്. ആ സ്വിച്ചിൻ്റെ ആയാലും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ കാണാൻ പറ്റും ഷട്ടർ താഴുന്നത്. ഷട്ടർ പതുക്കെ സ്മൂത്തായിട്ട് തന്നെ കറക്റ്റ് വന്ന് ഷട്ടർ അടയുന്നത് നിങ്ങളിവിടെ കാണാൻ പറ്റും. അപ്പോൾ റിമോട്ടിൽ തന്നെ അത് അടിച്ചാൽ പൊങ്ങുകയും ചെയ്യും, റിമോട്ടിൽ തന്നെ അടിച്ചാൽ താഴുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളിവിടെ കാണാം, ഒരു പ്രശ്നമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ ഷട്ടർ വന്നിട്ട് ഇപ്പോൾ തറയെ ടച്ച് ചെയ്ത് ഫുൾ കവറായി നിൽക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ മനസ്സിലാകും. തറയെ ടച്ച് ചെയ്ത് ക്ലോസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ മാനുവൽ ബട്ടൺ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ റിമോട്ട് വർക്കായില്ലെന്നുണ്ടെങ്കിൽ ഈ മാനുവൽ ബട്ടണിൽ മേലോട്ട് അടിച്ചു കഴിഞ്ഞാൽ മേലോട്ട് പോകും. അതിനൊക്കെ താഴത്തെ ബട്ടണിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി താഴോട്ട് വരികയും ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ റിമോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ മാനുവൽ ബട്ടണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ് പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഷട്ടറിൻ്റെ ഫ്രണ്ട് അടിക്കുന്ന സമയത്ത് കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നിന്നാലോ ഈ താക്കുന്ന സമയത്ത് പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വന്ന് നമ്മൾ തലയിൽ ഇടിച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് സംഭവിക്കും. വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ വണ്ടി കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആൾക്കാർ ഇപ്പോൾ ശശിയുടെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഷട്ടർ ഓട്ടോമാറ്റിക് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ക് സിസ്റ്റം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ട് ആ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഒരാൾ ഇപ്പോൾ അവിടെ നമ്മൾ സെൻസർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ 10 മീറ്റർ നീളമുള്ള കിട്ടുന്ന ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. ഈ സെൻസറിൻ്റെ ഭാഗത്ത് ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഷട്ടർ താഴോട്ട് വരത്തില്ല. അല്ലെങ്കിൽ ആ താഴ്ന്ന് വരുന്ന സമയത്ത് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഷട്ടർ ഓട്ടോമാറ്റിക് തന്നെ മേലോട്ട് പോകും. അപ്പോൾ അതിനുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തിരിച്ച് താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് സെറ്റ് ചെയ്യാൻ മാത്രമേ താഴോട്ട് വരുള്ളൂ. ഇത് ബോൾസിൻ്റെ വേറൊരു വീടാണ് ദൂരത്തിൽ വരലുള്ള. അവിടെ നമ്മൾ ഇതേ സെയിം സിസ്റ്റം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെച്ച് നമ്മൾ ഷട്ടർ താക്കുന്ന സമയത്ത് ഷട്ടർ താന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ അവൻ ജസ്റ്റ് ഇതുവഴി ഒന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ജസ്റ്റ് എങ്ങും തട്ടിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഷട്ടർ ഒരാൾ പാസ് ചെയ്യുമ്പോൾ തന്നെ തിരിച്ച് നേരെ മേലോട്ട് വരുന്നുണ്ട്. അവിടെ ഒരു വണ്ടി നിന്നാലോ വണ്ടി കൊണ്ടിട്ടിരുന്നാലോ അല്ലെങ്കിൽ ആൾക്കാർ നിന്നാലോ ഷട്ടർ വർക്കാവത്തില്ല. മാറിയതിന് ശേഷം മാത്രമേ ഷട്ടർ വർക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നമ്പർ കമൻറ്റ് ചെയ്തിരുന്ന വാട്സാപ്പ് നമ്പർ തന്നിരുന്ന എൻ്റെ വർക്കിംഗ് ഡയഗ്രാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ആളക്കടന്ന് മറക്കരുതെന്ന് ഞാൻ ചെയ്യുന്നത്. ഇതിനൊക്കെയുള്ള നല്ല നല്ല വീഡിയോയുടെ ടെക്നിക്കലായിട്ടുള്ള വീഡിയോയുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിനൊക്കെ ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടെക്നിക്കൽ വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.